നിങ്ങൾ ആലോചിച്ചോക്കി. TP അബ്ദുൽ കോയ മദനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുതൽക്കൊരു സമ്മേളനം പുതിയത് കോഴിക്കോട് നടക്കുന്നുണ്ട്, ഐക്യ മുജാഹിദിന്റെ. അപ്പോ പത്രക്കാര് വീണ്ടും ചോദിച്ചു, സിഹർ ഫലിക്കോ, സിഹർ ഉണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ പഴയ ഓർമ്മക്ക് TP പറഞ്ഞു ഉണ്ട്. പിന്നെ ആ മൂപ്പര് എടംബലോ ആലോചിച്ചത് അപ്പുറത്ത് തീർക്കണോ അല്ല എന്ന് പറയണോനാ. വീണ്ടും പത്രക്കാർ ചോദിച്ചു, അത് ഫലിക്കോ? മൂപ്പര് പെട്ടെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അറിന്ന് പറഞ്ഞാൽ എന്താ അപകടം, അപ്പുറത്തുനിന്ന് അടിവരും. എന്നാ സഹോദരന്മാരെ, ഫലിക്കൂല എന്ന് പറഞ്ഞാലോ ഇപ്പുറത്തുനിന്ന് അടിവരും. ഇങ്ങനെണ്ടോ ഒരു ഗതികേട്. 4 മദ്ഹബിന്റെ ഭിന്നത തീർക്കാൻ വേണ്ടി ഖുർആനും ഹദീസും എടുത്ത കക്ഷികൾ 4000 മദ്ഹബായി വേർതിരിഞ്ഞില്ലേ? 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് തൗഹീദിൽ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളെ 4000 ഗ്രൂപ്പും തമ്മിൽ തല്ലുന്നത് തൗഹീദിന്റെ പേരിലല്ലേ? ഇത് ചെറിയ കാര്യമാണോ? അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിക്കണേ ഇത് പൊട്ടാൻ പോവുകയാണ്. ഇപ്പൊ കോഴിക്കോട് എന്താ നടക്കണെന്ന് അള്ളാഹ്ക്കറിയാം. ഇവിടുന്ന് ഇറങ്ങിയാലേ അറിയുള്ളൂ. എന്താ കാരണോ? മഗ്രിബിന്റെ മുമ്പ് മറ്റൊരു കോമഡി ആ സമ്മേളനത്തിൽ നടന്നിട്ടുണ്ട്. അതെന്താ? പഴയ മടപുരി മുജാഹിദിൽപ്പെട്ട കുട്ടശ്ശേരി മൗലവി വന്നിട്ട് ആ മടപുരി മുജാഹിദായിരുന്ന കാലത്ത് പറഞ്ഞുപോയ ഹദീസ് നിഷേധങ്ങൾ ഒന്നൊന്നായി പറഞ്ഞുപോയി. അപ്പുറത്ത് അനസ് മൗലവി വൈകുന്നേരം പ്രസംഗിക്കാൻ നിൽക്കുകയാണ്, അപ്പുറത്ത് ഹനീഫ കായക്കൊടി വൈകുന്നേരം പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. ആ ഹനീഫ കായക്കൊടി പറയുന്നുണ്ട് ബറക്കത്തുണ്ടെന്ന്, അനസ് മൗലവി വിശ്വസിക്കുന്നുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. പക്ഷേ കുട്ടശ്ശേരി മൗലവി സ്റ്റേജിൽ കയറിയിട്ട് പറയാണ്, ഈച്ച ഒരു വെള്ളത്തിൽ വീണാൽ ആ ഈച്ചയെ മുക്കിയെടുക്കണമെന്ന് പറയുന്ന ഹദീസ്, അത് ഹദീസ് സ്വഹീഹൊക്കെ ആണെങ്കിലും ആ ഈച്ചയുടെ ഒരു ചിറകിൽ ആ മറ്റേ ചിറകിലുള്ള അപകടത്തിന് പരിഹാരമുണ്ടെന്നൊക്കെയല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. അതങ്ങനെയൊന്നും വിശ്വസിച്ചൂടാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചിലതൊക്കെ സ്വന്തം വകയിലുണ്ട്. നഊദു ബില്ലാഹ്. അപ്പൊ പിന്നെ അതിന് പരിഹാരം മൂപ്പര് പറയാണ്, തൊട്ടടുത്തുള്ള ലാബിൽ നമ്മൾ ആ വെള്ളം കൊണ്ടുപോയി നോക്കാം. വൈകുന്നേരം കുട്ടശ്ശേരി മൗലവി പൊട്ടിച്ച വെടിയാണ്. ഉദാഹരണമായി ഈച്ച കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ അതിനെ മുക്കിയെടുക്കണം എന്നുള്ള ഹദീസ്, ഈ ഹദീസ് സംബന്ധിച്ച് ആധുനിക പണ്ഡിതന്മാർ സുദീർഘമായ ചർച്ച നടത്തിയിട്ടുണ്ട്. ആധുനികർ പറഞ്ഞാലേ അണ്ണാക്കൊടാതെ വിഴുങ്ങുള്ളൂ. ഷാഫി ഇമാമ് പൗരാണികരല്ലേ, അബൂ ഹനീഫ ഇമാമ് പൗരാണികരല്ലേ. അതൊന്നും വഹാബിയക്ക് ദഹിക്കൂല. അപ്പോഴേ ഒരു ഉഷാറുണ്ടാകുള്ളൂ. അൽ അസ്ഹറിലെ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മുൻഇം അൻ-നമിർ അഹാദീസുർ റസൂൽ കൈഫ വസലത്ത് ഇലൈന എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഹദീസിൽ ഈച്ചയുടെ ഒരു ചിറകിന് രോഗവും ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ശിഫയുമാണ് എന്നുള്ള കാര്യം ലബോറട്ടറിയിൽ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ്. അതെ, അള്ളാനെ നമ്മക്ക് ഏതെങ്കിലും ലാബോറട്ടറി പോയിട്ട് കണ്ടെത്താൻ നോക്കണം, ഏതെങ്കിലും ഭൂതക്കണ്ണാടി കിട്ടുമോ നോക്കണമെന്ന് പറയുന്നതിന്റെ മുമ്പ് കാലിയായ അത്രയും കഴിച്ചിലായി. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് ചെറിയ കാര്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞത് സത്യാണോ അസത്യാണോ എന്ന് നോക്കാൻ സനദൊന്നും പോരാ. തൊട്ടടുത്തുള്ള രാമകൃഷ്ണന്റെ ലാബ് കൊണ്ടുപോയി പരിശോധിക്കണം. സംസം വെള്ളം കുടിച്ചാൽ ഉദ്ദേശം ആസ്വിലാകുമെന്ന ഹദീസ്. അതെ, ഖുർആൻ അത് മനസ്സിനും ശരീരത്തിനും മരുന്നാണ്. ഖുർആൻ കൊണ്ട് മന്ത്രിച്ചൂതി രോഗം മാറ്റിയ സ്വഹാബിമാരുടെ അനുഭവങ്ങള്, അതിൽ നിന്ന് കിട്ടിയ പാരിതോഷികം ആഹരിച്ച ഹബീബായ തങ്ങളുടെ അനുഭവങ്ങള് സ്വഹീഹായ ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുമ്പോ വഹാബികൾക്ക് അത് വിശ്വസിക്കാൻ എന്ത് വേണം? മന്ത്രിച്ചൂതിയ മൂല്യാര വെള്ളവുമായി രാമകൃഷ്ണന്റെ ലബോറട്ടറിയിൽ പോയിട്ട് ഓനൊന്ന് പരിശോധിച്ചിട്ട് വല്ല പിടുത്തവും കിട്ടിയാൽ വഹാബിയാൾ അത് വിശ്വസിക്കും. പൊന്നാര ചങ്ങായി, അതിനിച്ച് മുസ്ലിമാകണ്ട. മൂല്യാര് മന്ത്രിച്ചൂതിയ വെള്ളം ലബോറട്ടറി കൊണ്ടുപോയിട്ട് അതിൽ വല്ല സംഗതി ഉണ്ടെന്ന് തെളിഞ്ഞാൽ രാമകൃഷ്ണനും മുസ്ലിമാകും. അതിന് നിന്നെ തന്നെ ആവശ്യമില്ല. മൗലവിഞ്ഞു പറയാ, മന്ത്രിച്ചൂതിയ വെള്ളം തോട്ടിലെറിയാനാ റസൂലുള്ള പറഞ്ഞത്. മാത്രമല്ല, കാരക്ക കഴിച്ചാൽ വിഷം തീണ്ടൂല എന്നുള്ള
ഹദീസ് മൗലവി പറയാണ് നമുക്ക് കാരക്കീമാണൊന്ന് ലബോറട്ടറി കൊണ്ടുപോയി നോക്കുക. കാരണം ഈ ഇത്തര കുടിക്കുന്ന വെള്ളത്തിൽ ഒരു കരട് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റസൂൽ ആ വെള്ളം ഒഴുക്കിക്കളയുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. ഏത് വെള്ളം? ഊതിയ വെള്ളം, മന്ത്രിച്ചൂതിയ വെള്ളമല്ല. ഊതിയ വെള്ളമാണ് ഒഴുക്കിക്കളയാൻ പറഞ്ഞത്, മന്ത്രിച്ചൂതിയ വെള്ളമല്ല. അത് രണ്ടും വേറെയാണ്. എല്ലാ ദിവസവും രാവിലെ 7 കാരക്ക തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹദീസും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി തീർക്കേണ്ടതാണ്. അതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾ തൊട്ടടുത്തുള്ള രാമകൃഷ്ണന്റെ ലബോറട്ടറിയിൽ തെളിയിച്ചാലല്ലാതെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് ഇന്ന് പ്രസംഗിച്ചത് ഐക്യ മുജാഹിദിന്റെ സമ്മേളനത്തിലാണ്. ഓ അനീഫ മൗലവി, അനസ് മൗലവി, TP അബ്ദുള്ള കോയ മദനി, എത്ര കാലാണ് ഈ നാട്ടിൽ നിങ്ങൾ നാക്കിട്ടടിച്ചത്? 70 കൊല്ലം നിങ്ങളെ പൂർവികർ ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. 10-15 കൊല്ലക്കാലം പിന്നെ ഇതൊക്കെ പഠിപ്പിക്കാൻ നിങ്ങളെ കൗമ മൈക്ക് കെട്ടിത്തന്നില്ലേ? നിങ്ങളുടെ കൗമ നിങ്ങൾക്ക് സ്റ്റേജ് കെട്ടിത്തന്നില്ലേ? അതൊക്കെ അത്തയ്യാത്തിൽ ഒന്ന് മുറിഞ്ഞതുപോലെ ജനൻ ടിവിയിലെ അഭിമുഖം ഇന്നലെയും മിനിയാന്നുമായി സകല ആൾക്കാരും വന്ന് കൊട്ടിട്ട് കൊളാക്കി കൊടുത്തു. ഇന്ന് മുതൽ നമ്മൾ കാണുന്നത് വഹാബികൾ പറഞ്ഞ തൗഹീദിൽ തന്നെ കുട്ടശ്ശേരി മൗലവി കുളം തോണ്ടുന്നതാണ്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ഈ വഹാബി പ്രസ്ഥാനം 10-30 കൊല്ലത്തോളായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഉള്ള അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പിരിച്ചുവിടാനും വയ്യ, കൊണ്ടടക്കാനും കഴിയാത്തൊരു കോലത്തിലാണ് വഹാബികളെ. ആ വഹാബികൾ ഇപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചില പകിടകളികളിൽ ഒന്നാണ് പാണക്കാട് സാദാത്തുക്കളോട് വഹാബികൾ കാണിക്കുന്ന സ്നേഹം. യഥാർത്ഥത്തിൽ വഹാബി പ്രസ്ഥാനം ഇവിടെ പഠിപ്പിച്ചത് അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ലെന്നാണ്. വെളിയങ്കോട്ടുകാരനായ ഉമർ മൗലവി സെൽസബീലിൽ പച്ചക്കെഴുതിയത് അഹ്ലു ബൈത്ത് തങ്ങന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തില്ല. അങ്ങനെ തങ്ങന്മാരെന്ന് ആരെയെങ്കിലും കുറിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഷിയാ വിശ്വാസമാണ്. അള്ളാന്റെ ഹബീബിന്റെ കുടുംബമൊന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രത്യേകതയില്ല. അതാണ് ബാലുശ്ശേരി മൗലവിയെ പോലെയുള്ളവര്, സുഹൈർ മൗലവി ചുങ്കത്തറ പോലെയുള്ള ആളുകള് കാലങ്ങളോളം കേരളത്തിന്റെ കവലകളിൽ പ്രസംഗിച്ചു നടന്നു. നമ്മൾ എല്ലാവരും ആദം നബിന്റെ മക്കൾ തന്നെയാണ്, അല്ലാതെ മുത്തുനബിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടക്കാരില്ല. ഉള്ളത് ആദം നബിയുടെ മക്കളാണ്. അപ്പൊ ഉമാഭാരതിയും പാണക്കാട്ടെ ബീവിയും അതുപോലെ അദ്വാനിയും പാണക്കാട് തങ്ങളും തുല്യമാണെന്ന് പച്ചമലയാളത്തിൽ ഈ കവലയിൽ പ്രസംഗിച്ചവരാണ് കേരളത്തിലെ വഹാബികൾ. അതിനെതിരെയൊക്കെ ശക്തമായി അന്ന് മറുപടി കൊടുത്ത് പാണക്കാട് സാദാത്തുക്കളാണെന്ന് സ്ഥാപിച്ചത് സാധുക്കളായ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാര് വഹാബി പരിപാടിക്ക് പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ എല്ലാ സുന്നത്തി ജമാഅത്തിന്റെ നേതാക്കളും പറയുന്നത്. അല്ലെങ്കിൽ എന്തിനാ ഈ ഖുറാഫി തങ്ങന്മാരെ വഹാബികൾ താങ്ങുന്നത്? തങ്ങന്മാരെന്ന ഒരു വിഭാഗം തന്നെ ഇല്ലെന്ന് പഠിപ്പിക്കുന്നവർ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രത്യേകതയില്ലെന്ന് പഠിപ്പിക്കുന്ന വഹാബികൾ സമ്മേളനത്തിന്റെ പോസ്റ്ററില് പാണക്കാട് മുനവ്വർലി തങ്ങൾ പാപ്പാന്റെ പേരിൽ തങ്ങളെന്ന് എഴുതുന്നത് നാണമില്ലാത്തത് കൊണ്ടല്ലേ, ഉളുപ്പില്ലാത്തത് കൊണ്ടല്ലേ? എന്നാൽ ഈ അണികൾക്ക് തോന്നണ്ടേ ഇതെന്ത് പരിപാടിയാ? സമ്മേളന പ്രചരണത്തിന് വേണ്ടി വന്ന മൗലവി അഹ്ലുബൈത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് പ്രസംഗിച്ചു പോയതാണ്. പിന്നെന്തിനാ ഇവരെ തങ്ങന്മാരെന്ന് പറഞ്ഞ വാലും കൂട്ടിയിട്ട് എഴുതിയത് എന്ന് ചോദിക്കാനുള്ള തലച്ചോറൊരു മൗലവിയുടെ അണികൾക്കുമില്ലല്ലോ. അതുകൊണ്ടാണ് സഹോദരന്മാരെ, പാണക്കാട് സാദാത്തുക്കൾ വളരെ ധീരമായ നിലപാട് സ്വീകരിച്ചു. അല്ലാഹു ഇസ്സത്ത് കൊടുക്കട്ടെ. അങ്ങനെ സമ്മേളനത്തിന് പോവുകയില്ലെന്നവർ തീരുമാനിക്കുകയും ആ പാണക്കാട് സാദാത്തുക്കൾ ആദരിക്കുന്ന മറുഭാഗത്തെ സയ്യിദ് ജിഫ്രി തങ്ങളുപ്പാപ്പയും ആലിക്കുട്ടി ഉസ്താദും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, സ്വാഭാവികമായും അവരുടെ പ്രസ്ഥാനത്തിന്റെ കൂടി നിൽക്കുന്ന ഒരു നേതൃത്വം എന്ന നിലക്ക് അവരും സ്വാഭാവികമായി സാദാത്തുക്കളോട് ഡിസ്കസ് ചെയ്തിരിക്കാം. അങ്ങനെ സംസാരിച്ച്
പ്രഖ്യാപിച്ച് അവർ സമ്മേളനത്തിന് പോകാതിരുന്നപ്പോ വഹാബികളുടെ സ്വഭാവം മാറി. സമ്മേളനത്തിന് വിളിച്ചപ്പോഴുള്ള കോലല്ല വരാതെന്നപ്പോ. എന്നിട്ട് ഒരു മുജാഹിദ് മൗലവി സമ്മേളനത്തിൽ നിന്നിട്ട് സമസ്തക്കാരെ നെട്ടിക്കുകയാണ്. ആരെ? സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങൾ പാപ്പാനെ, ആലിക്കുട്ടി ഉസ്താദിനെ നെട്ടിക്കുകയാണ് ഒരു വഹാബി പാതിരി. എന്റെ മൗലവിമാരെ, ചെല്ലി തുള്ളിയ എവിടം വരെയാ പോകുക എന്നുള്ളത് ആർക്കാ തിരിയാത്തത്? മൗലവിന്റെ ഡയലോഗ്. സമസ്തക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോട് വിരോധമുണ്ട്. 110 അള്ളാന്റെ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും വിരോധമുള്ളത് നിങ്ങളോട് തന്നെയാണ്. കാരണം അൽഹുബ്ബു ഫില്ലാഹി വൽ ബഗ്ളു ഫില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കാനാ ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാന്റെ മാർഗത്തിൽ വെറുക്കാനുമാ ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പാണക്കാട് തങ്ങന്മാരടക്കമുള്ള തങ്ങന്മാര് അദ്വാനിയുടെ കുടുംബത്തിന് സമാനാന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ട്. അതുപോലെ തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് ഷിയായിസമാണെന്ന് പറഞ്ഞ നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ട്. ഹബീബായ തങ്ങളുടെ ജാറം സൗദിയിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാല് അത് തച്ചു തകർക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ ഞങ്ങൾക്ക് RSSന്റെ മറുനാണയമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമാണ്. വെറുപ്പുണ്ട്. ലാ ശക്ക ഫീഹി. പ്രസ്ഥാനത്തിലേക്ക് അതിഥികൾ വരുമ്പോ, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പ്രഭാഷകന്മാർ വരുമ്പോ സമസ്തയുടെ അരമനകളിൽ നടക്കുന്ന ചർച്ചകളുടെ കാരണം എന്താണ് എന്ന് കാരണം ഞാൻ പറഞ്ഞുതരാം. പാണക്കാട് തങ്ങന്മാരല്ല എന്ന് പറഞ്ഞോലങ്ങളെ. അഹ്ലു ബൈത്തിന് ഒരു പവറും ഇല്ല എന്ന് പറഞ്ഞോലങ്ങളെ. മാത്രമല്ല ശിർക്കിന്റെ ഏറ്റവും വലിയ നൂല് അവിടുന്ന് കൊടുക്കണേന്ന് പറയണോലങ്ങളെ. പിന്നെ ഞങ്ങൾ അരമനയിൽ ചർച്ച നടക്കൂലേ? ഞങ്ങൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോ ഏറ്റവും അധികം കേരളത്തിൽ ദുർബലപ്പെടുക സമസ്തയാണ്. അതാണ്. എങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുക? എങ്ങനെയപ്പോ ശക്തിപ്പെട്ടത് അറിയോ? പണ്ടൊരു KNM ഉള്ളൂ, ഇപ്പൊ എത്രണ്ടെന്ന് KNMമാർക്ക് തന്നെ അറിയില്ല. പണ്ടത്തെ മുജാഹിദിന്റെ മാതിരിയല്ല ഇപ്പത്തെ മുജാഹിദിങ്ങളോട് നിങ്ങൾ ചോദിച്ചോക്കാണി. അല്ല ഏത് മുജാഹിദ് അജ്ജ് എന്ന് ഓൻ ചോദിച്ചാൽ ഓൻ എന്നെ അറിയില്ല എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ്സുകാരെ പോലും തോൽപ്പിക്കും വിധമുള്ള ബറക്കത്താണ് വഹാബിയൊക്കെ. ഏതുപോലെ നീ ഞാൻ ഇപ്പൊ പറയണില്ല, അതൊരു വല്ലാത്ത വർക്കത്തും വളർച്ചയാണ്. ഇനിയും അല്ല അങ്ങനെ തന്നെ നിങ്ങളെ വളർത്തട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോ കേരളത്തിൽ ഏറ്റവും അധികം ദുർബലപ്പെടുക സമസ്തയാണ്. ഏതുപോലെ എഴുന്നേൽക്കാൻ കഴിയാത്ത ആളെ ലോകകപ്പിൽ ഞാൻ കളിച്ച കപ്പിട്ടീനി എന്ന് പറയുന്ന പോലെ സഹോദരന്മാരെ വഹാബികൾ ശക്തിപ്പെട്ടാലേ ദുർവാശിയുടെ ദുഷാഢ്യത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. ഈ ദേശീയ എന്തിനറിയോ? പാണക്കാട്ടെ തങ്ങന്മാരോട് പോണ്ടാർന്നിനാ. പാണക്കാട് സാദാത്തുക്കൾക്ക് ബഹുമാനുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത ആലിമീങ്ങൾ മഹാന്മാരായ ഇവിടുത്തെ സുന്നത്യമയത്തിന്റെ ആലിമീങ്ങളാ. എടോ ഒരു ഉളുപ്പ് വേണ്ടേ? നിങ്ങൾ ഈ സമൂഹത്തോട് ഒരിക്കലെങ്കിലും പറയണ്ടേ പാണക്കാട് കുടുംബം റസൂലുള്ളാന്റെ ബാക്കിക്കാരാന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടോ? അത് പറയ്, എന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് കൊടുന്ന കാത്താരാ. നിങ്ങൾ പറയ് പാണക്കാട്ടെ കുടുംബം മുത്തുനബിന്റെ പേരക്കുട്ടികളാന്ന് പറയ് ജനങ്ങളോട്. അവർ മുത്തുനബിയുടെ തൗഹീദിലാന്ന് പറയ്, എന്നിട്ട് വിളിക്ക്, ഞങ്ങളെ വണ്ടി കൊണ്ടുവന്നാക്കി തരും. എന്താ നിങ്ങൾ ഈ പറയണത്? വഹാബികളെ പോലെ ഞങ്ങളെ കിഡ്നി തരിയിലല്ല വർക്ക് ചെയ്യണെന്ന് വഹാബികൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ സാദാത്തുക്കൾ നിഷ്കളങ്കരാണ്. അവർ മുസ്ലിം സമുദായത്തിന്റെ പൊതുവെയുള്ള ഐക്യവും അതുപോലെ ഒരുമയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അത് അഹ്ലു ബൈത്തിന്റെ ഒരു നന്മയാണ്. അത് ചൂഷണം ചെയ്ത് അതിന്റെ വിടവിലൂടെ നിങ്ങൾക്ക് വഹാബി ഭീകരവാദം വെളുപ്പിക്കാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെലവാകൂല. ഒന്നോ രണ്ടോ വട്ടൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ സ്വീപ്പാക്കാൻ കഴിഞ്ഞേക്കാ. പക്ഷേ ഞങ്ങൾ എത്ര വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അഹ്ലു ബൈത്ത് ഞങ്ങൾക്ക് അഹ്ലു ബൈത്താണ്. ആ സമസ്തയെ പോലെയുള്ള ഒരു സംഘടനയുടെ ചട്ടിയിൽ മാത്രമേ ഞങ്ങൾ കിടക്കുകയുള്ളൂ എന്ന്, ആ ചട്ടിയിൽ നിന്ന് അവരുപയോഗിക്കുന്ന ചട്ടം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവിടെ നിന്ന് ഞങ്ങളൊന്ന് മറിഞ്ഞു വീഴുകയുള്ളൂ എന്നൊരു തീരുമാനം ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിക്കൂടാ എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരാണാവോ ഈ ഉത്തരവാദപ്പെട്ടോല്? മനസ്സിലായില്ല. ഈ ഉത്തരവാദപ്പെട്ടോല് ആരാണാവോ? പാണക്കാട് മുനവ്വറലി തങ്ങൾ ഉത്തരവാദപ്പെട്ട ആളാണ്. എന്താണ് അവരുടെ ഉത്തരവാദത്തിന്റെ ബഹുമാനം എന്നറിയോ? അത് ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ കണ്ണിയാണ്, മുത്തുനബിന്റെ പേരക്കുട്ടികളാണ്. മനസ്സിലായോ? താജുൽ ഉലമ തങ്ങള്, ഖലീൽ തങ്ങള്, സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങള്, അതിൽപ്പെട്ട അതേ വിഭാഗമാണ് ഞങ്ങൾക്ക് പാണക്കാട്ടെ തങ്ങന്മാര്. അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും ബഹുമാനം എന്ന് പറയുന്നത് ഒരു സംഘടനാ സാരഥ്യമല്ല, ഒരു രാഷ്ട്രീയ നേതൃത്വമല്ല, മുത്തായ നബി തങ്ങളുടെ രക്തമാണ്. അതാണ് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന ബഹുമാനം. മനുഷ്യ സഹജമായ പോരായ്മകൾ എന്തു തന്നെ ആർക്ക് വന്നാലും മുത്ത് തന്നെയാ.
പവിത്രമാണ്. എവിടെയെങ്കിലും വീണുപോയാൽ കഴുകിക്കളഞ്ഞാൽ വൃത്തിയാകുന്നതാണ്. അതുകൊണ്ട് അഹ്ലുബൈത്തിനെ ഞങ്ങൾ പന്താടാൻ നിങ്ങൾക്ക് വിട്ടുതരൂല്ല. അപ്പുറത്തുള്ള ആലിമീങ്ങൾ സ്വാഭാവികമായും അവരുടെ സഹപ്രവർത്തകർ എന്ന നിലക്ക് ഡിസ്കസ് ചെയ്ത് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു. അത് അഹ്ലുബൈത്തിനെ നിർബന്ധിച്ചിട്ടൊന്നല്ല. അഹ്ലുബൈത്ത് എന്നും ആലിമീങ്ങളെ ആദരിച്ചു പോന്നവരായതുകൊണ്ട് സയ്യിദുൽ ഉലമയും ആലിക്കുട്ടി ഉസ്താദും ഒക്കെ പറഞ്ഞ ആലോചിച്ച കാര്യങ്ങളുടെ കൂടെ നിന്നിരിക്കാം. അതിന്റെ പേരിലാണ് മൗലവി പ്രഷർ കയറുന്നത്. സമസ്തന്റെ ചട്ടിയിലല്ലാതെ വഹാബി പാളയത്തിലാണോ പാണക്കാട്ടെ തങ്ങന്മാരെ കെട്ടേണ്ടത്? ആണോ? ഏത് ചട്ടിയിലാ അവരുണ്ടാകേണ്ടത്? ഏത് പാളയത്തിലാ അവരുണ്ടാകേണ്ടത്? എന്ത് ചൂടാ! ലേറ്റസ്റ്റാ ഇന്നത്തെ വൈകുന്നേരത്തെ പ്രഷറാ. മാരിബിന്റെ എന്തൊക്കെ ഉരുൾപൊട്ടലുണ്ടായി. അല്ലാഹു അഅലം. ഇരിക്കട്ടെ സഹോദരന്മാരെ, മൗലവി തുടരുകയാണ്. എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. സമസ്ത എന്താണ് നിങ്ങൾക്ക് അറിയെങ്കിലേ വഹാബീസ് എന്താന്ന് ഞങ്ങൾക്കും അറിയാം. ഇപ്പൊ കുറച്ചൊക്കെ പാണക്കാട്ടപ്പാർക്കും അറിയാം. മനസ്സിലായില്ലേ? അതാണ് ആ വണ്ടിയ വൈക്ക് വരാഞ്ഞത്. സമസ്ത ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തോട് ശത്രുത കാണിക്കുന്നത് എന്നും ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾക്ക് അറിഞ്ഞാ പോരാ. പാണക്കാട്ടെ തങ്ങന്മാർ അദ്വാനിയെ പോലെ തന്നെയാന്ന് പറഞ്ഞതിനും കൂടിയാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മന്ത്രി ചോതുന്ന ഏലസിന്റെയും തകിടിന്റെയും വീഡിയോ കട്ടെടുത്ത് കൊണ്ടുപോയി പാണക്കാട് കുടുംബം കുബൂരിയത്താണ്, ഖുറാഫികളാണെന്ന് ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സ്വാധീനമുള്ള അറേബ്യൻ രാജ്യത്ത് വീഡിയോ ഇറക്കിയ ഇസ്ലാഹി പ്രസ്ഥാനമാണ് അഥവാ വഹാബി പ്രസ്ഥാനമാണ് നിങ്ങള്. അതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ദേഷ്യം പലതിന്റെയും കൂട്ടത്തിൽ. മുസ്ലിം ലീഗിനെ പോലെയുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ദുർബലപ്പെടുമ്പോ സമസ്തക്ക് വേദനിക്കില്ല. എങ്ങനെയുണ്ട് അത് ഞമ്മക്കറിയില്ല. പക്ഷെ ഇങ്ങള് ദുർബലമാകുമ്പോ ആരും വേദനിക്കാൻ നിൽക്കരുത് ഞങ്ങൾക്ക് പറയാനുള്ളത്. വഹാബികള് ദുർബലമാകുമ്പോ എന്തിനാ ആവശ്യമില്ലാത്തതിന് കരയാൻ പോണെന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്കുണ്ട്. മുസ്ലിം ലീഗ് വളർന്നതിൽ, മുസ്ലിം ലീഗ് പുരോഗതി പ്രാപിച്ചതിൽ, മുസ്ലിം ലീഗ് വളർന്ന് പടർന്ന് പന്തലിച്ചതിൽ നിങ്ങൾക്കറിയുമോ? രണ്ടമ്മമാര് വന്ന് രാജാവിന് എങ്ങനെയാ വളർന്നതറിയോ? പാണക്കാട് ബാഫക്കി തങ്ങൾ കൊടി പിടിച്ച് മുമ്പിൽ നിന്നപ്പോ പാതിരാ പ്രഭാഷണങ്ങളിൽ മുഅ്മിനീങ്ങളെ പാണക്കാട്ടെ തങ്ങന്മാര്, കൊയിലാണ്ടി തങ്ങന്മാര്, മുത്തുനബിന്റെ ചോര്യ അവർ പറഞ്ഞ പിന്നെ ഞമ്മക്ക് അതാ ദീനെന്ന് ഞങ്ങളെ പാതിരാ വയലിൽ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടാണ് അക്കൊടികളൊക്കെ മുസ്ലിം ഉമ്മത്ത് ഏറ്റുപിടിച്ചത്. വഹാബികൾ അതിന്റെ അവകാശവാദമൊന്നും പറഞ്ഞു വരണ്ട. ഒരു കുട്ടിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോ രാജാവ് പറഞ്ഞ അമ്മയെ കിട്ടാൻ തിരിച്ചറിയാൻ വേണ്ടി രാജാവ് പ്രയോഗിച്ച യുക്തിയുണ്ട്. ഈ കുഞ്ഞിനെ രണ്ടാക്കി മുറിച്ച് രണ്ടമ്മമാർക്ക് വീതം നൽകാമെന്ന് ഒരമ്മ അതിന് സമ്മതിച്ചു. മറ്റൊരമ്മ അവളുടെ കൂടെ പോയാലും ആ കുഞ്ഞിനെ രണ്ടായി മുറിക്കരുത് എന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. രണ്ട് കഷ്ണമാക്കിയിട്ടാണെങ്കിലും എനിക്കൊരു കഷ്ണം വേണം എന്ന് തീരുമാനിച്ച അമ്മയുടെ സ്ഥാനത്താണ് സമസ്ത എന്ന്. അതൊന്നും ഞമ്മക്കറിയില്ല. പക്ഷെ ദീനിനെ കഷ്ണിച്ച് ഈ സമുദായത്തിന്റെ ശത്രുക്കളെ അരമനയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവരെ വഹാബിയാളെന്ന് ഞങ്ങൾക്കറിയാം. ആ ആഗ്രഹത്തിനെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നവരാണ് അപ്പുറത്തുള്ള സമസ്തകളും ഞങ്ങളും ഒക്കെ എന്നും ഞങ്ങൾക്കറിയാം. അള്ളാഹു ആ പോരാട്ടത്തിന് സുന്നി ഐക്യം കൊണ്ട് ശക്തി പകരട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് ഈ തൗഹീദും ശിർക്കും പറഞ്ഞ് 14 കൊല്ലം തമ്മിലടിച്ച വഹാബിയാള് MM അക്ബറിനെതിരെ തീവ്രവാദ കേസ് പറഞ്ഞപ്പോ കടപ്പുറത്ത് പോയി കെട്ടിപ്പിടിച്ച ഐക്യപ്പെട്ടു. പക്ഷേ സിഹ്റ് തൗഹീദിലോ ശിർക്കിലോ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല. അതുപോലെ കണ്ണേറ് തൗഹീദിലോ ശിർക്കിലോ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല. അതിന്റെ പ്രത്യാഘാതമാണ്. അതേ ഒരേ സമ്മേളനത്തിൽ ഒരു വഹാബി പള്ളിയിൽ ഒരു മൗലവി ഖുത്ബ ഓതുകയാണെങ്കിൽ 21 മുതൽ 70 കൊല്ലക്കാലം വഹാബികൾ ഒരു സ്റ്റേജോ പേജോ സമ്മേളനോ വെച്ചാൽ കൂടോത്രത്തെ പറ്റി വേളറിയാക്കില്ല, കണ്ണേറിനെ പറ്റി വയലു പറയാതിരിക്കാറില്ല. അതൊക്കെ സമുദായത്തിലെ വലിയ ഇരുട്ടാന്ന വഹാബികൾ പറയല്. പക്ഷെ ഇക്കുറി സമ്മേളനത്തിൽ സിഹറിനെ പറ്റി മുണ്ടൂല. കാരണം എന്താ? ടീപ്പിനോട് ചോദിച്ചു സിഹർ ഫലിക്കോ? അപ്പൊ പറഞ്ഞു സിഹർ ഉണ്ടോ? അപ്പൊ മൗലവി പറഞ്ഞു ഉണ്ട്. പിന്നെ ചോദിച്ചു ഫലിക്കോ? അതെനിക്കറിയില്ല. പണ്ട് ഇങ്ങനെ ഒരു മറുപടി ടീപ്പി പറഞ്ഞപ്പോ സക്കരിയ തിരിച്ചു പറഞ്ഞ വേറൊരു മറുപടി ഉണ്ട്. കുറച്ച് പോയത്തുണ്ടെങ്കിലും കേൾക്കാൻ രസാണ്. എന്താ സക്കരിയ പറഞ്ഞത്? സിഹർ ഉണ്ട് പക്ഷെ ഫലിക്കോന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ സക്കരിയ പറഞ്ഞു ഫലിക്കൂലെങ്കിൽ പൊന്നാര ചങ്ങായിമാരെ എന്തിനാണ് അത് തെറ്റാന്ന് പറഞ്ഞത്? തെറ്റ് വരുന്നത് അപകടം ഉണ്ടായത് കൊണ്ടല്ലേ എന്ന് സക്കരിയ പറഞ്ഞൊരു മറുപടി രസത്തിന് കൂട്ടത്തു പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ 14 കൊല്ലക്കാലം തമ്മിലടിച്ച് തൗഹീദ് തീരുമാനമാകാതെ കെട്ടിപ്പിടിച്ച വഹാബികൾ മുൻകാല നേതാക്കൾ പൂത്തിവെച്ച പല ഹദീസും പുറത്തെടുത്ത് പ്രമാണം പറഞ്ഞ് പോരടിച്ചവർ ഐക്യപ്പെട്ടിന്റെ അവസ്ഥ അത്. പക്ഷേ രസണ്ട്. യഥാർത്ഥത്തിൽ ആ ഭിന്നത ഉണ്ടായതിന്റെ ഒരു കാരണം ഉസൈം മടവൂരും അദ്രൈമാൻ സലഫിയും തമ്മിലുള്ള ചക്കൊൾത്തി പോരാ. ഈ സമ്മേളനം നടക്കുമ്പോ
സമ്മേളനത്തിൽ അദ്രൈമാൻ സലഫിയെ കാണാനില്ല. ഏത് അദ്രൈമാൻ സലഫി? നമ്മളെ വായക്കാട്ട് അദ്രൈമാൻ സലഫി. അതിലേക്കും ഞാൻ സമയം പോലെ വരുന്നുണ്ട്. ആ അദ്രൈമാൻ സലഫിയുമായുള്ള ചക്കുളത്തിപ്പോരിൽ KNM-ൽ അധികാരം നഷ്ടപ്പെട്ട ഹുസൈൻ മടവൂര്, അപ്പുറത്ത് അബ്ദുസലാം സുല്ലമി, ലത്തീഫ് കരിമ്പിലാക്കൽ പോലെയുള്ള ഈജിപ്ഷ്യൻ യുക്തിവാദികളെ ചേർത്ത് പിടിച്ചുണ്ടാക്കിയതാണ് തന്റെ അധികാര സ്ഥാനങ്ങളും അഡ്രസ്സുകളും സംരക്ഷിക്കാൻ. പക്ഷെ ഐക്യപ്പെട്ട് മടവൂരിന് ഒരു കസാല അപ്പുറത്ത് കൊടുത്തു. അങ്ങനെയാണ് അദ്രൈമാൻ സലഫിന്റെ കസാല തെറിച്ചത്. അങ്ങനെ ഈ സമ്മേളനത്തിൽ കാണാനില്ല.